ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പം ഞങ്ങൾ സുഖമായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. പിന്നെ ഇത് ക്രിസ്മസിന് മുന്നേ എടുത്തൊരു വീഡിയോ ആട്ടോ. ശരിക്കും പറഞ്ഞാൽ അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി പോകുന്നതാണ്. പിന്നെ കുഞ്ഞിൻ്റെ കയ്യിലാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പം കുഞ്ഞൻ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് ഭയങ്കര ക്ഷീണിച്ചൊക്കെ കിടക്കുമായിരിക്കുമല്ലോ. ആ ഒരു സമയത്താണ് എനിക്ക് എഡിറ്റ് ചെയ്ത് തരുന്നത്. അങ്ങനെ കുറച്ച് ലേറ്റ് ആവും. പിന്നീട് നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ ചെറിയ ഇറർ പോലെയൊക്കെ കാണിക്കും. മെയിൻ വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഞാനത് എന്താ പ്രശ്നം എന്ന് എനിക്ക് അറിയത്തില്ല. ഇതുവരെ അത് ശരിയായി വരുന്നതേ ഉള്ളൂ കേട്ടോ. ശരിയാവുന്നില്ല. ചില സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു സമയത്താണ് നമ്മൾ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആവുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അതുകൊണ്ടൊക്കെയാണ് മെയിൻ വീഡിയോ കുറച്ച് ലേറ്റായി പോകുന്നത്. പിന്നെ ഇന്ന് രാവിലെ നമ്മൾ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ അവിയലും പിന്നെ പപ്പടത്തിൻ്റെ മെഴുക്കുവരട്ടി കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ഭയങ്കര മടിയായതുകൊണ്ട് ഞാൻ ഒന്നും അരിഞ്ഞൊന്നും വെച്ചില്ല. അപ്പോൾ അവിയലിന് രാവിലെ കേട്ടോ രാവിലെയാണ് അരിഞ്ഞത്. പിന്നെ ഇന്നലെ രാത്രി തന്നെ ഞാൻ മീൻകറി ആക്കി വെച്ചതുകൊണ്ട് പിന്നെ അതിൻ്റെ ഒരു സീൻ ഇല്ല. അതുകൊണ്ട് അത് ഇന്നാക്കണ്ട. പിന്നെ കുറച്ച് പെട്ടെന്ന് എല്ലാ ജോലികളും ഒതുക്കുക കേട്ടോ. കുഞ്ഞിന് പോകണ്ടേ. അതുകൊണ്ടാണ് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ടുള്ള ബാക്കിയുള്ളതിൻ്റെ വീഡിയോസൊന്നും കാണിക്കുന്നില്ല. പപ്പടം മെഴുക്കുവരട്ടി കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അരി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, കുക്കറിനകത്താക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെന്ത് കിട്ടി. ആ ഒരു അടുപ്പത്തോട്ട് തന്നെ നമ്മൾ അവിയലിനുള്ളതും കൂടി ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ഇടുന്നതെന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ തൈര് ചേർക്കാൻ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇതുവരെ അങ്ങനെ തൈരൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇതിന് മുന്നേ വീട്ടിലൊന്നും അങ്ങനെ ചേർക്കാറില്ല. കല്യാണ ഈ സദ്യയിലൊക്കെ ഇങ്ങനെ തൈര് ചേർത്ത് അവിയലെടുക്കും. ഞാൻ ഒരു വട്ടം എൻ്റെ കയ്യിൽ തൈര് ഇരിപ്പില്ല. ഇനി ഒരു വട്ടം ഞാൻ ചേർത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളത് പറയാം കേട്ടോ. അങ്ങനെ പിന്നെ ഇതൊന്ന് അരച്ചെടുക്കണം. തേങ്ങ അരപ്പ് ഉണ്ടാക്കണമല്ലോ നമുക്ക് അവിയലിന് വേണ്ടി. അതിനെ അരച്ചെടുക്കുന്ന ജാറ് ചീത്തയായിപ്പോയി. ഒരെണ്ണത്തിൻ്റെ അടപ്പ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ചെറുതിൻ്റെ. അങ്ങനെ അമ്മയുടെ കയ്യിൽ ഇങ്ങനെ മാറാൻ കൊടുത്ത് വിട്ടു. പക്ഷേ അടപ്പ് കിട്ടാത്തതുകൊണ്ട് അമ്മ എനിക്ക് വേറൊരു ജാറ് അടുത്ത് കൊണ്ടു തന്നിരുന്നത്. അതിനകത്തായിരുന്നു ഇത്രയും ദിവസം അരച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് അതിനെന്തോ ഒരു പണിമുടക്കം ഉണ്ടാക്കി വെച്ചേക്കാണ്. അത് അരയ്ക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ആ ഒരു വീല് കിടന്ന് ഭയങ്കരമായിട്ട് കറങ്ങിയിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ഈ വലിയ ജാറിനകത്താണ് എല്ലാം ചെയ്യുന്നത്. ഈ അരി ആട്ടുന്നതും എല്ലാം ഇതിനകത്ത് തന്നെയാണ്. എൻ്റെ ഇടത്തരം ഒരു ജാറ് കറക്കുന്നതും ഇല്ല കേട്ടോ. എന്താണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ അത് ഞാൻ വെള്ളം ഒഴിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഇരുന്ന് അടഞ്ഞിരിക്കുവാണോ എന്നും പറഞ്ഞ്. അങ്ങനെ നമ്മുടെ പപ്പടം മെഴുക്കുവരട്ടി എങ്ങനെ ഉണ്ടാക്കിയത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഒരു 4 പപ്പടം ഞാൻ എടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് ഇങ്ങനെ 4ആയിട്ട് ഇങ്ങനെ നീളത്തിന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഞാൻ കത്രിക വെച്ചാണ് കട്ട് ചെയ്തത്. നിങ്ങൾക്ക് കത്തി വെച്ചിട്ടോ അങ്ങനെ എന്തായാലും നല്ലൊരു കത്രിക കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പപ്പടം കട്ട് ചെയ്യാനൊക്കെ ഇതാണ് എടുക്കുന്നത്. അങ്ങനെ അത് വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് കുഞ്ഞായിട്ടോ നീളത്തിലോ അങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. കുഞ്ഞുള്ളി ആണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. എൻ്റെ ഈ കുഞ്ഞുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവോള വെച്ചിട്ടാണ് എടുത്തത്. പിന്നീട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ആ എണ്ണയ്ക്കകത്തോട്ട് പപ്പടം നന്നായിട്ട് വറുത്തെടുക്കണം. വെളിച്ചെണ്ണയിലാകുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് വേറൊരു പാത്രം വെച്ചിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ, നമ്മൾ മെഴുക്ക് പുരട്ടാൻ വേണ്ടിയിട്ട് എടുക്കുമല്ലോ, അത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവോള ഇട്ടിട്ട് ഇച്ചിരി ഉപ്പ് ഇടാവും കേട്ടോ. ഒരു പൊടിക്കൊരു ഉപ്പ് ഇടാവും. കാരണം പപ്പടത്തിന് ഉപ്പുള്ളതുകൊണ്ട് പിന്നെ നമ്മളെല്ലാം കൂടെ ആയാൽ ഭയങ്കര ഉപ്പായിപ്പോവും. അതുകൊണ്ട് അത് നോക്കി ഇട്ട് വേണം ഇടാൻ. പിന്നെ വേണമെങ്കിൽ മാത്രം പിന്നീട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആ പപ്പടത്തിൻ്റെ ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഞാൻ കറിവേപ്പില ഇടാൻ വിട്ടുപോയതാട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കണം. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അതൊന്ന് പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പൊള്ളിച്ച് വെച്ചിരുന്ന പപ്പടവും കൂടെ അതിനകത്ത് ഇട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ പപ്പടം മെഴുക്കുവരട്ടി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. സവോള കുറച്ച് തോനയിട്ട് കൊടുക്കണം കേട്ടോ. സവോളയ്ക്കൊക്കെ എന്നാ വിലയാന്നേ, അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ട് കൊടുത്തത് കേട്ടോ. നിങ്ങൾ ഇടുമ്പോഴത്തേക്ക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. പിന്നെ അങ്ങനെ ഞാൻ പെട്ടെന്ന് കറിയും സാധനങ്ങളും എല്ലാം പാത്രത്തിൻ്റെ അകത്ത് ആക്കിയിട്ടുണ്ടായിരുന്നു. ചോറൊക്കെ ഇങ്ങനെ എടുത്തു. കുഞ്ഞിന് പാക്ക് ചെയ്ത് ബാഗിനകത്ത് ആക്കുമായിരുന്നു. കുഞ്ഞൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ സമയമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുഞ്ഞിൻ്റെ ബാഗൊക്കെ കൊണ്ടുപോയി ഞാൻ പിന്നെ കാറിലൊക്കെ വെച്ച് കൊടുക്കാൻ പോകുമായിരുന്നു. അപ്പോഴത്തേക്കാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഒരാൾ ബൈക്ക് കൊണ്ടുവന്ന് ചാമ്പിയതാണെന്ന് തോന്നുന്നു. അവിടെ ഇടിച്ചു, അങ്ങനെ പോറലായി, കുറച്ച് പെയിൻറ്റ് പോയി കേട്ടോ. ഇതിന് മുന്നേ ഒരു ഓട്ടോറിക്ഷക്കാരൻ കൊണ്ടുവന്നിട്ട് ഒരു സൈഡ് മൊത്തം ഇടിച്ചിട്ട് ഇങ്ങനെ ഉരച്ച് കൊണ്ടുപോയിട്ട് ആ ഒരു സൈഡ് മൊത്തം പെയിൻറ്റ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് പെട്രോൾ ടാങ്കിൻ്റെ ആ ഒരു അടപ്പില്ല അങ്ങ് ഉള്ളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഡോറിൻ്റെ ഭാഗം കുറച്ച് ഉള്ളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൊണ്ടുപോയി ശരിയാക്കിയൊക്കെ എടുത്തിയാട്ടോ. പെയിൻറ്റൊക്കെ പുതിയ പെയിൻറ്റൊക്കെ അടിച്ച് മാറ്റി എടുത്തിയായിരുന്നു. അങ്ങനെ ആയി. ഇതായപ്പോൾ ആ ഒരു സൈഡിൽ തന്നെ വേറൊരാളും കൊണ്ടു ചെന്ന് ചെറുതായിട്ട് ചാമ്പിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആട്ടോ ഇവിടെ. നമ്മൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ആ ഒരു സമയത്ത് തന്നെ കുഞ്ഞിന് ജോലിക്കൊന്നും പോകാൻ പറ്റാതെ ഓട്ടോറിക്ഷയിലൊക്കെ ആയിരുന്നു പോകുന്നത്. ഭയങ്കര പാടായിരുന്നു. പിന്നെ ബാക്ക് പെയിനൊക്കെ അങ്ങ് കൂടി അങ്ങനെ പോയി. പിന്നെ ക്യാഷും കുറച്ച് ചിലവായി. പിന്നെ ഇടിച്ച ആൾ ഭയങ്കര ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ അടുത്ത് കിടന്ന്. കാരണം അയാളാണ് കൊണ്ടുവച്ച് ഇടിച്ചത്. എന്നിട്ടാണെങ്കിൽ പിന്നെ അയാൾ നമ്മൾ ചെയ്തതുപോലെ ആയിരുന്നു. ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്ത് മനുഷ്യരാ, അവരോട് ചെയ്യുന്ന കാര്യങ്ങൾ അവർ അത് ഏറ്റെടുക്കാൻ
എടുക്കാൻ പോലും അവർക്കൊന്നും കഴിയുന്നില്ലെന്ന് വേണം പറയാൻ. പിന്നെ ഇതാ ഞാൻ കുഞ്ഞിനെ പറഞ്ഞു വിട്ടതിന് ശേഷം പിന്നീട് നേരെ വന്നു കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ കുഞ്ഞൻ വിളിക്കും, കുറച്ച് സംസാരിക്കും, കുറച്ച് റെസ്റ്റ് എടുക്കും. അത് കഴിഞ്ഞ് പിന്നെ മുറ്റമൊക്കെ അടിക്കും. മുറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഇത് ചാക്ക് കഴിഞ്ഞ ദിവസം എലി കയറിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കബോർഡിൽ, അങ്ങനെ ഫുള്ള് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എലിക്കാഷ്ടവും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ, ആകെ കുളമായിട്ട് കിടക്കുമായിരുന്നു. അതുകൊണ്ട് പിന്നെ അവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം ഞാൻ പുറത്തിറക്കിയിട്ട് അവിടേക്ക് തൂത്ത് വൃത്തിയാക്കി ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ അതിനകത്ത് ഞാൻ അവിടെ ചാക്ക് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ പറക്കി വെക്കുന്നതാണ്. പിന്നെ ഞാൻ ആ ഒരു ചാക്കെല്ലാം കഴുകിയെടുക്കുമായിരുന്നു. പിന്നെ 2-3 ദിവസം ആയി കേട്ടോ ഞാൻ ആ ഒരു എലി കയറിയിട്ട്. അന്നേരത്തേക്ക് അത് ആ ഒരു സമയത്ത് ഞാനിങ്ങനെ തുറന്നൊക്കെ ഇട്ടിട്ടേ അതൊന്ന് ഉണക്കിയെടുക്കുമായിരുന്നു. ആ ഒരു തറയ്ക്ക് ഭയങ്കര നനവാട്ടോ അവിടുത്തെ. അതുകൊണ്ട് ആ നനവുള്ളതുകൊണ്ട് നമ്മൾ ചാക്ക് ഇട്ടിട്ട് പോലും ഞാൻ അരി ഒരു പാത്രത്തിനകത്താക്കി വെച്ചിരുന്നായിരുന്നു, ഒരു പ്ലാസ്റ്റിക് ഡപ്പയിൽ. എന്നിട്ട് ആ അരി ചീത്തയായി പോയിട്ടോ, തണുപ്പടിച്ചിട്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് ഉണങ്ങട്ടെ എന്ന് പറഞ്ഞിങ്ങനെ തുറന്നിട്ടേക്കുമായിരുന്നു. അങ്ങനെ ആ ചാക്കെല്ലാം കഴുകിയിട്ടു. അതിനുശേഷം പിന്നീട് കുറച്ച് തുണി ഉണ്ടായിരുന്നു കേട്ടോ കഴുകിയിടുന്നു, കുറച്ച് തോനെയുണ്ട്, ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാടുണ്ട്. അതുകൊണ്ട് പിന്നെ ആ തുണികളൊക്കെ ഒന്ന് മുക്കി വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ. പിന്നെ കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിരവ എത്ര രൂപയായി, ചിരവ എവിടെ നിന്നാണ് വാങ്ങിച്ചത്. ചിരവ വാങ്ങിച്ചത് കായംകുളത്ത് നിന്നായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ നിന്നായിരുന്നു, ഞാൻ ആദ്യമായിട്ടാണ് അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനത്തെ ചിരവ കാണുന്നത്. നമ്മൾ അവിടുത്തെ കായംകുളത്ത് വീട്ടിൽ ഈ സെയിം തന്നെ ആയിട്ടോ ഇരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് എനിക്ക് അമ്മ ഒരു ചിരവ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കുമല്ലോ, അതായിരുന്നു. അത് ഈ കബോർഡിനകത്തൊന്നും നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, ഇങ്ങനെ അടപ്പുള്ളതുകൊണ്ട് അത് ഫിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഞാനത് തിരിച്ച് അമ്മയുടെ കൊടുത്തു വിട്ടു. അതിനുശേഷം പിന്നീട് ഞാൻ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ചിരവ് കൊണ്ട് തരണേന്ന്, കാരണം അവിടെ ഇരിക്കുന്ന സെയിം ആകുമ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് എടുത്തുകൊണ്ട് വെക്കാൻ പറ്റും. അങ്ങനെ പിന്നെ എനിക്ക് അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് തന്നിരുന്നു. അതിൻ്റെ റേറ്റ് ഒരു 130-140 എങ്ങാണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. പിന്നെ ഇവിടുന്ന് ഞാൻ ഈ സെയിം ചിരവ് ഞാൻ കണ്ടിരുന്നു നമ്മുടെ കല്ലുന്താഴത്തല്ലല്ലോ, മൂന്നാംകുറ്റിയിൽ ഒരു കടയിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അവിടെ റേറ്റ് ചോദിച്ചപ്പോഴത്തേക്ക് ചുമ്മാ ചോദിച്ചാണ്, അപ്പോഴാണ് പറഞ്ഞത് 370 എങ്ങാണ്ടായിരുന്നു കേട്ടോ പറഞ്ഞിരുന്നേ. പിന്നീട് ഞാൻ ഈ ആശ്രമത്തിൽ നമുക്ക് ഫെസ്റ്റിവൽ ഒരെണ്ണം നടന്നിരുന്ന സമയത്ത് ഞാൻ അതിനകത്ത് കയറിയപ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്നുണ്ട്, അപ്പോൾ 470 എങ്ങാണ്ട് പറഞ്ഞു. ഇത്രയും രൂപയുടെ ഡിഫറൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി, ഇത്രയും രൂപയോ എന്നിങ്ങനെ. അത്രയ്ക്ക് അന്നേരം ആ ഒരു രീതിയിലാട്ടോ ഇവിടെയൊക്കെ റേറ്റ്. എല്ലായിടത്തും എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല. കുറേ പേര് ചോദിച്ചു ഓൺലൈനൊക്കെ കിട്ടുമെന്ന്. എനിക്ക് ഓൺലൈൻ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. അതിൻ്റെ ഒരു തടിയുടെ ആ സെയിം ടൈപ്പ് ഞാൻ കണ്ടിരുന്നു. അതിന് പക്ഷേ നല്ല റേറ്റ്, ഒരു 600-700 രൂപയുടെ എങ്ങാണ്ടായിരുന്നു അത് കേട്ടോ. ഇവിടേക്ക് എത്രയാണെന്ന് അറിയത്തില്ല. നിങ്ങൾ നോക്കിയിട്ട് അറിഞ്ഞിട്ട് ഇങ്ങനെ മേടിച്ചാൽ മതി. ഒരുപാട് റേറ്റ് ആണെങ്കിൽ മേടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇതാ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ഇതാ അവിടേക്കൊന്ന് വൃത്തിയാക്കുമായിരുന്നു കേട്ടോ. വൃത്തിയാക്കിയതിന് ശേഷം പാത്രം കഴുകാൻ നിന്നില്ല, പിന്നെ നേരെ തുണി കഴുകാനാണ് പോയത്. ഇല്ലെങ്കിൽ അവിടെ ഭയങ്കര വെയിലാട്ടോ, പിന്നെ നമുക്ക് ഒട്ടും പറ്റത്തില്ല നിൽക്കാൻ വേണ്ടി. എനിക്കാണെങ്കിൽ വെയിലടിക്കുമ്പോൾ ഭയങ്കര തലവേദനയാവും കേട്ടോ, കണ്ണിലോട്ട് ആ ഒരു പ്രകാശമൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പിന്നെ അവിടെ പോയി തുണിയെല്ലാം കഴുകി ഇടുമായിരുന്നു. പിന്നെ കുറേ പേരല്ല, കുറച്ച് പേര്, ഒരു 5-6 പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഗ്യാസ് എത്ര നാൾ നിൽക്കും, പിന്നെ കറണ്ട് ബില്ല് എത്രയൊക്കെയാണ് വരുന്നതെന്ന്. എനിക്ക് കറണ്ട് ബില്ല് വരുന്നതെന്ന് വെച്ചാൽ ഒരു 500 സംതിങ്, ഒരു 600 അടുപ്പിച്ച് വരുമായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് വന്നത് ഒരു 600 സംതിങ് ആണെന്ന് തോന്നുന്നു, 690 എങ്ങാണ്ടാന്ന് തോന്നുന്നു കേട്ടോ, 95 എങ്ങാണ്ട്, 700 അടുപ്പിച്ചാണ് വന്നത്. പിന്നെ നമുക്ക് കറണ്ട് ബില്ല് കൂടുതൽ എനിക്ക് ആവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മോട്ടറാണ് കേട്ടോ. ഇവിടുത്തെ മോട്ടർ വെച്ചേക്കുന്നത് ജാമ്പുവിൻ്റെ കാലത്തുള്ള സാധനമാണ്, എല്ലാം അരഞ്ഞ് പോറായിരിക്കുന്നതാണ്. അപ്പോഴത്തേക്ക് മിക്കപ്പോഴും അത് കംപ്ലൈൻ്റ് ആണ്. പിന്നെ അതൊന്ന് വെള്ളം ഒരു ടാങ്ക് ആവാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറെങ്കിലും എടുക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചെറിയ ടാങ്കാണ്, 2 ഇരിപ്പുണ്ട്, അതൊന്ന് ആയി വരുമ്പോഴത്തേക്ക് 1 മണിക്കൂറെങ്കിലും എടുക്കും. അതുകൊണ്ടൊക്കെയാണ് ഭയങ്കര സ്ലോ ആയിട്ടാണ് വെള്ളം വീഴുന്നത് കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് ഇത്രയും കറണ്ട് ബില്ല് ആവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കറണ്ട് അടുപ്പ് ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് വെള്ളം തിളപ്പിക്കാനും പിന്നെന്താ നമ്മൾ ചായ ഇടാനും അങ്ങനെയൊക്കെ ഉള്ളതിന് മാത്രമേ ഞാൻ ഇത് യൂസ് ആക്കാറുള്ളൂ കേട്ടോ. അല്ലാതെ എനിക്കങ്ങനെ അതിന് അധികം വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നീട് ഗ്യാസ് എന്ന് വെച്ചാൽ എനിക്കൊരു 2.5 മാസം എനിക്ക് നല്ലപോലെ നിൽക്കും കേട്ടോ. 2.5 മാസത്തിൽ കൂടുതൽ നിൽക്കും. 2.5 മാസം അതാണ് ഒരു കണക്ക്. ഒരു 3 മാസം അടുപ്പിച്ച് നിൽക്കണമെന്നില്ല, 3 മാസം അടുപ്പിച്ച് എത്തുന്ന രീതിയിൽ നിൽക്കും. 3 മാസം ഫുള്ളായിട്ട് നിൽക്കത്തില്ലെങ്കിൽ 2.5 മാസം എനിക്ക് അടിപൊളിയായിട്ട് നിൽക്കും. അതിനകത്താണ് ഞാൻ എല്ലാം വെക്കുന്നത്. ഈ ഗ്യാസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തേ. ഞാൻ കല്യാണം കഴിഞ്ഞ് ചെല്ലുന്ന സമയത്ത് അവിടെ അമ്മ ഇങ്ങനെ അതുവരെ അമ്മയൊക്കെ അല്ലേ കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് ഞാൻ പിന്നെ കുക്കിങ് കാര്യങ്ങളൊക്കെ ഞാൻ ഫുള്ള് ഞാൻ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അമ്മ ഹെൽപ്പ് ചെയ്യും. പക്ഷേ
അമ്മ ഇങ്ങനെ പറയുമായിരുന്നു ഗ്യാസ് തീരുമ്പോഴത്തേക്ക് ഞാൻ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് 3 മാസമൊക്കെ നിൽക്കുമായിരുന്നു ഗ്യാസ്, ഇപ്പോൾ 2 മാസം പോലും നിൽക്കുന്നില്ല എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുമായിരുന്നു. അപ്പം നമ്മൾ കാരണമാണോ ഗ്യാസ് തീരുന്നതെന്നൊക്കെ ഇങ്ങനെ ചിന്താഗതി വന്നു. നമ്മൾ വീട്ടിലും ഗ്യാസ് യൂസ് ചെയ്യുന്ന ഒരാളാണ്, വീട്ടിലും ഗ്യാസൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ കൂടി നമ്മൾ ഇപ്പം കല്യാണം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ അതനുസരിച്ചിട്ടായിരിക്കുമല്ലോ നിൽക്കുന്നത്. അവിടെ നമ്മൾ വീട്ടിൽ അത്ര എങ്ങനെ ചെയ്യുന്നു അതേപോലെ ആയിരിക്കത്തില്ലല്ലോ ഇവിടെ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ പറയുമായിരുന്നു കേട്ടോ. അന്നേരം എനിക്ക് ഭയങ്കര സങ്കടം തോന്നുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ പറയുമായിരുന്നു ഞാൻ കാരണമാണോ എനിക്ക് ഗ്യാസ് തീരുന്നത് ഇങ്ങനൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് എനിക്കൊരു സംഭവം മനസ്സിലായത്, ഞാൻ കാരണം അല്ല ഗ്യാസ് തീരുന്നത്. കാരണം ഞാൻ ഇവിടെ എല്ലാം ഗ്യാസിൽ തന്നെയാണ് വെക്കുന്നത്. പക്ഷേ അവിടെ ആണെങ്കിൽ ഗ്യാസിൽ രാവിലത്തെ കാപ്പിയോ ചായയോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. ബാക്കിയെല്ലാം വിറകടുപ്പിനകത്തായിരുന്നു ചെയ്യുന്നത്. എന്നിട്ട് പോലും ഗ്യാസ് തീർന്നു പോകുന്നത് ഇങ്ങനെ പറയുമായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ ഫുള്ള് ഗ്യാസിനകത്താട്ടോ ചെയ്യുന്നത്. അവിടെ ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇത്രയും ദിവസം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് പറഞ്ഞത്, നമ്മൾ ഓരോ മാറ്റങ്ങളെ ആ ഒരു സമയത്ത് എനിക്ക് സങ്കടം തോന്നി. പക്ഷെ ഇപ്പം എനിക്ക് ആ ഒരു കാര്യത്തിന് സങ്കടം തോന്നുന്നില്ല. അവിടുത്തെ അടുപ്പ് കേടായിരുന്നു കേട്ടോ, പഴകിയൊരു അടുപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ മേലത്ത് ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ അടഞ്ഞടിഞ്ഞിരിക്കുമ്പോൾ ഗ്യാസ് നമുക്കിങ്ങനെ അധികം പോകത്തില്ലല്ലോ. ഗ്യാസ് ഇങ്ങനെ വരും, നന്നായിട്ട് തീ കത്തത്തില്ല. ആ ഒരു രീതിയിലായിരുന്നു അവിടെ. അത് ഊരാൻ ഞാൻ കഴുവാനൊക്കെ ഒരുപാട് ശ്രമിച്ചെങ്കിലും അത് ഊരാൻ പറ്റത്തില്ല. അതിങ്ങനെ ജോയിൻ്റ് ആയിട്ട് അങ്ങ് ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അവിടുത്തെ ഗ്യാസ് തീർന്നുകൊണ്ടിരുന്നത്. പക്ഷേ പേര് വന്നത് എനിക്കുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കഥയൊക്കെ കേട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുമായിരിക്കും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാൻ കുറേ പാത്രങ്ങൾ പറക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വെളിയിൽ കബോർഡിൽ നിന്ന്. അതെല്ലാം ഒന്ന് കഴുകി പറക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് കഴുകി പറക്കി വെച്ചില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാനക്കാണ്. കാരണം ഈ എലി കയറിയതിനകത്ത് മുള്ളി അപ്പം ഇട്ടൊക്കെ വെച്ചേക്കുമായിരുന്നു. അത് എന്തൊക്കെ ചെയ്ത് വെച്ചേക്കാന്ന് ആർക്കറിയാം. അതുകൊണ്ട് എല്ലാം സോപ്പിട്ടൊന്ന് കഴുകി വെച്ചില്ലെങ്കിലേ ഒരു മനസ്സമാനം. പിന്നെ നമ്മൾ ആ പാത്രം എടുക്കുമ്പോൾ നമുക്ക് ഒരുമാതിരി തോന്നും. പിന്നെ ഈ ഒരു ചട്ടി, ഇത് ഒരു ദോശക്കല്ല് പോലത്തെ ആട്ടോ, നമ്മുടെ ഈ ഒരു മൺചട്ടിയുടെയാണ്. അപ്പോഴത്തേക്ക് എനിക്ക് അമ്മ വാങ്ങിച്ചിരുന്നത് ഇവിടെ ഒരു 3-ാം കുറ്റിയിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. 2 മേടിച്ചത് 1 എനിക്ക് തന്നു. ഞാൻ ദോശ ചുട്ടപ്പോൾ അത് ചീറ്റിപ്പോയി കേട്ടോ. ഇളകി വരാൻ ഭയങ്കര പാടാണ്. അമ്മ പക്ഷേ നന്നായിട്ട് ചുട്ടെടുക്കുന്നൊക്കെ പറഞ്ഞു. ഇനി ഞാനത് അങ്ങനെ ആക്കിയെടുക്കാൻ എന്തെങ്കിലും ചെയ്യണമായിരിക്കും. ചിലപ്പോൾ എണ്ണയൊക്കെ പുരട്ടി വെക്കണമായിരുന്നായിരിക്കും, എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഇനി അതൊന്ന് മയക്കിയെടുക്കണം അതിനെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. പാത്രങ്ങളെല്ലാം കഴുകി ഉണക്കാൻ വേണ്ടി വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചു. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ പപ്പടത്തിൻ്റെ മെഴുക്കുവരട്ടി അടിപൊളി കേട്ടോ, നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. കുഞ്ഞിന് ഞാൻ ആദ്യമായിട്ടാട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞാനങ്ങനെ വീട്ടിൽ നിൽക്കുന്നപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇവിടെ വന്നിട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അങ്ങനെ കുഞ്ഞിന് ഉണ്ടാക്കി കൊടുത്തപ്പോൾ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ അടുത്ത് പറയുമായിരുന്നു കൊള്ളാമെന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു വാക്ക് കേൾക്കുമ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുകയല്ലേ. എനിക്കങ്ങനെ കേട്ടോ. കൊള്ളത്തില്ല എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ ചില ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടായിരിക്കും ചെയ്യുന്നത്. ഞാൻ പ്രാർത്ഥിച്ചിട്ടാട്ടോ ഫുഡ് കുക്ക് ചെയ്യുന്നത്. കാരണം രാവിലെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഞാൻ ഫുഡ് കാരണം ചെറിയൊരു മിസ്റ്റേക്ക് മതി അതിനകത്ത് നമുക്ക് വേറെ രീതിയിലാവാൻ വേണ്ടിയിട്ട്. ഫുഡ് പോയ്സണോ അങ്ങനെ എന്തെങ്കിലും ആവും. അതുകൊണ്ട് നമ്മൾ അത്രത്തോളം പ്രാർത്ഥിച്ചിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഫുഡ് കുക്ക് ചെയ്യുന്നത് വെച്ചാൽ. ഞാൻ അങ്ങനെയായിട്ട് ചെയ്യുന്നത്. മിക്ക ആൾക്കാരും, മിക്ക അമ്മമാരായാലും ചേച്ചിമാരായാലും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പം നമ്മൾ അത്രത്തോളം ചെയ്തു കൊടുക്കുമ്പോൾ നല്ല രീതിയിലാവാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഒരിക്കലും നമ്മൾ ചീത്തയാവാൻ വേണ്ടി നമ്മൾ നോക്കത്തില്ലല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ മാക്സിമം നമ്മളതിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. അതിനകത്ത് എന്തെങ്കിലും ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാൽ കൂടി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴേ ഗസ്റ്റുകളുടെയൊക്കെ മുമ്പിൽ വെച്ച് നമ്മൾ അത്രത്തോളം നല്ല രീതിയിലായിരിക്കും ആക്കിയെടുക്കുന്നത്. എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുക, അത് നല്ലതാണെങ്കിൽ ശരി, നല്ലതാണെന്ന് പറയത്തേ ഇല്ല കേട്ടോ. എന്തെങ്കിലും കുറ്റങ്ങൾ അതിനകത്ത് കണ്ടുപിടിച്ചിട്ട് അവരുടെ മുമ്പിൽ വെച്ച് നമ്മളെ ആക്ഷേപിക്കും. അങ്ങനെയൊക്കെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ കുഞ്ഞൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ. എൻ്റെ കുഞ്ഞനാണെങ്കിൽ നമ്മൾ കൊള്ളാമെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഉണ്ടാക്കി കൊടുക്കാൻ തോന്നും. വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ തോന്നും. അങ്ങനെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് കബോർഡും കൂടെ ഒന്നും കൂടി വൃത്തിയാക്കി ആക്കിയിട്ട് ഒന്ന് അടുക്കിപ്പറക്കിയൊക്കെ വെച്ചു. പിന്നെ അവിടേക്ക് തൂത്ത് വരായിരുന്നു. പിന്നെ ഹായ് പറയാൻ നമ്മുടെ കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേരുടെ പേര് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അഞ്ജന, ചിന്നു, അഫിരാമി, ഹംന, ഇവാനിയോ, ആദിദേവൻ, ഫാത്തിമ എന്നിവരായിരുന്നു കേട്ടോ പറഞ്ഞിരുന്നത്. എല്ലാവർക്കും എൻ്റെ ഒരു ഹായ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ളവരുടെ പേര് അടുത്തടുത്ത വീഡിയോ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, ബൈ, സീ യു.